വരട്ടെ. നമ്മുടെ ജീവാംശത്തിന് ശേഷം ഇടക്കാട് ബറ്റാലിയനിൽ നീ ഹിമമഴ വി ആർ അഗെയിൻ ജോയിനിങ്. അതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ ഇന്നൊരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇടക്കാടിൻ്റെ ഷൂട്ടിങ്ങിന്, അതായത് മണാലിയിലൊക്കെ പോരുന്ന സമയത്ത് ഞാൻ കൈലാസ് ചേട്ടൻ ഇട്ടിരുന്ന ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. ഒരു ഹിന്ദി സോങ്, അത് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അത് പാടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പം ഞാനത് ടൊവിയാണ് ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഒരു ബാക്ക് ഫ്രെയിമിൽ നിന്നായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് പാടുന്ന ഒരു ആളുടെ പോസ്റ്റ് ഞാൻ കണ്ടു. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെയൊക്കെ പണി പോവോ എന്ന് വിചാരിച്ച് തന്നെ ഞാനിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോഴാണ് ടൊവി എന്ന് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ടൊവി എന്ന ആക്ടറിനെ ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ആസ് എ സിംഗർ ഇന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താം ടൊവിനോ എന്ന പോസ്റ്റ് ചെയ്യില്ലെന്ന് ഉറപ്പ് തന്നതിന്റെ പേരിൽ ഞാനെങ്ങനെ പോസ്റ്റ് ചെയ്തെന്നറിയോ? ഡൽഹിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്, 3 hour ഫ്ലൈറ്റ്. അപ്പൊ ഞാനിത് ഞെക്കണോ വേണ്ടയോ? ഞാനാണിത് പോസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പൊ ഞാൻ ഫ്ലൈറ്റ് ടാക്സിയിലാണ്. അപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ടോയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ മറ്റേ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നോക്കുമ്പോ നെറ്റും ഇല്ല, ഒന്നുമില്ല, എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റില്ല. അത് പിന്നെ നോക്കിയപ്പോ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ, അല്ലേ? ചില മരുന്നൊക്കെ ഉള്ളിലുണ്ട്. ഒരു കവിത പാടിയ വീഡിയോ കൂടെ ഉണ്ട്. ഇത് ആക്ച്വലി എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ എവിടെയോ ഒരു ഷൂട്ടിന്റെ ഒരു ലൊക്കേഷനിൽ മറ്റേ ലൊക്കേഷനിലേക്ക് ഒരു വരി പാടിക്കിട്ട് നല്ലതായിരിക്കും. ഒരു കുഴപ്പമില്ല, പാടാൻ നന്നായിട്ട് അറിയാമായിരുന്നെങ്കിൽ ഞാൻ എന്താ സംയുക്തയുടെ അഭിപ്രായം? നല്ല കവിതകൾ പാടിയ വീഡിയോ ഉണ്ട്. ഒരു കവിത ആയിക്കോട്ടെ. ഇപ്പൊ സംയുക്ത കയറി പാടുമുള്ള കാര്യം പറയാം. സംയുക്ത പാടാനുണ്ടല്ലോ, സത്യസന്ധമായിട്ട് പറ. എന്താ പാടില്ലല്ലേ? ഭയങ്കര അബദ്ധ. പാടുപെടുവോ? പാടുപെടും. പക്ഷെ എന്നാലും പാടണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. ഈ ടൊവിനെ പോലെയൊക്കെ പാടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നല്ല പാട്ടുകാരെ അല്ല, നല്ല പാട്ടുകാരെ തൊട്ടടുത്ത് ഇരിക്കുന്നതിന്റെ പേരിലെങ്കിലും എന്നെ അപമാനിക്കാതിരുന്ന പോലെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ടൊവിനെ പോലെ ഒരിക്കലും പാടണമെന്നൊരു ആഗ്രഹം അങ്ങനെയില്ല. അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടും. വരട്ടെ. ഹലോ ടോവി, നമസ്കാരം. ഏത് ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിലും യാത്രകൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ അടുത്തായിട്ട് ഫാമിലി ആയിട്ട് കുറേ ട്രിപ്പുകൾ പോകുന്നത് കാണാറുണ്ട്. ടോവിനോ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കാണാൻ പറ്റും. ഇന്നലെ ചൈനയാണെങ്കിൽ ഇന്ന് ഇസ്താംബുൾ, നാളെ ഭൂട്ടാൻ, നേപ്പാൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് യാത്രകൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഭയങ്കര ബ്രേക്ക് എടുത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രകൾ ഒരു സിനിമ നടൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? വേറെ എന്തെങ്കിലും രീതിയിൽ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? നിന്റെ ഫാമിലി ആദ്യം പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ എൻ്റെ ആദ്യത്തെ കാനഡ ട്രിപ്പ് മുടക്കിയത് ഇവനാണ്. എനിക്ക് കാനഡയിൽ ഒരു അവാർഡ് ഫംഗ്ഷന് എനിക്ക് ഇൻവൈറ്റ് ഒക്കെ കിട്ടി. ഞാൻ പോകാനെല്ലാം റെഡി ആയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഗോദയുടെ ഷൂട്ടിങ് തുടങ്ങാതിരിക്കുകയാണ്. ഞാൻ എൻ്റെ അറിവിൽ ഗോദയുടെ ഷൂട്ടിങ് തുടങ്ങാനായിട്ട് ഇനിയും കുറച്ചും കൂടി സമയമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ എങ്കിലും ഡയറക്ടറല്ലേ, ചോദിക്കുന്നൊരു മര്യാദയില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഞാനൊന്ന് കാനഡയിൽ പോയിട്ട് 5 ദിവസം 5 ദിവസവും ഇല്ല, ഞാൻ പോയിട്ട് വേഗം വരാം. അയ്യോ അത് പറ്റില്ല, നമ്മൾ ഷൂട്ടിങ് തുടങ്ങും, പോകാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട്. കാര്യം ഈ കാനഡ എന്ന് വെച്ചാൽ നമുക്ക് മറ്റേ വിസ എടുക്കാനോ അങ്ങനത്തെ കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഒരു 1-2 മാസം മുമ്പ് അവരോട് ചോദിച്ചാണ്, അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും ആ സമയത്ത് ഷൂട്ടിംഗ് നടന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വെറുതെ അട്ടത്ത് നോക്കി കുത്തിയിരിക്കുകയും ചെയ്ത്. ഇവൻ ആ സമയത്ത് ജോർദാനൊക്കെ കറങ്ങി. ഞാനാ പറഞ്ഞ ആ സമയത്ത് അവനാണ് ഇപ്പൊ യാത്രകളെ പറ്റി എൻ്റെ അടുത്ത് ചോദിച്ചത്. പക്ഷെ യാത്രയെ കുറിച്ച് വേറെ ആൾക്കാർ താല്പര്യരാണ്, അപ്പൊ ഇവ മാത്രമല്ല. ഹായ് ടോവി, നമ്മുടെ സിനിമ വലിയൊരു യാത്രയായിരുന്നു. നമ്മുടെ സിനിമയെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ടോവി അല്ലാതെയും ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ റീസെന്റ് വൈഫും കൊച്ചും ഒക്കെ ആയിട്ട് കുറെ രാജ്യങ്ങളിൽ കൂടെ കറങ്ങി. ഇത്തരം യാത്രകൾ
ഫാമിലി ആയിട്ടുള്ള യാത്രകൾ, ഫ്രണ്ട്സിനോടുള്ള യാത്രകൾ, ഇനി അല്ലെങ്കിൽ സോളോ ആയിട്ട് ടോബി പോയിട്ടുണ്ടോ? ഇങ്ങനത്തെ യാത്രകൾ ടോബി എന്ന മനുഷ്യനുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഞാൻ അടുത്തതായിട്ട് എൻ്റെ റിലീസാകാൻ പോകുന്ന സിനിമയുടെ സംവിധായകനാണ് മിസ്റ്റർ ജിയോ ബേബി. കിലോമീറ്റേഴ്സ് അതിന്റെ സംവിധായകനാണ്. ഇപ്പൊ രണ്ടാമത് കണ്ടത്. നേരത്തെ കണ്ടത് ബേസിലിനെ അറിയാലോ, മിന്നൽ മുരളി അടുത്തായിട്ട് തുടങ്ങാനിരിക്കുന്ന സിനിമയാണ്. സോ ഇവർക്കൊക്കെ ഇത് ഏകദേശം അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇവരുമായിട്ട് ഒരുപാട് യാത്രകളെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ ചോദിച്ചുകൊണ്ട് പറയാം, യാത്രകൾ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര വർക്ക്ഡപ്പ് ആയിരുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് കാണുന്നു. ഞാൻ ഒരു 3 വർഷം ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഹെക്ടിക്കായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകളും വളരെ ചെറിയ ഷോർട്ട് ട്രിപ്സുമാണ് അതിനിടയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു വർഷം 5-6 സിനിമയൊക്കെ ഇപ്പോൾ ടോവിനോ ചെയ്തു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ചെയ്യുമ്പോൾ 10-12 ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ അഭിനയിച്ചത് എന്ന് പറയാനായിട്ട് ഞാൻ നായകനായിട്ട് അഭിനയിച്ച 3 സിനിമകൾ റിലീസായിട്ടുള്ളൂ. 4ാമത്തെ ആയിരിക്കും ഇടക്കാട് ബറ്റാലിയൻ. ബാക്കിയെല്ലാം സിനിമയിൽ നായകൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ ഒരുപാട് എണ്ണമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമുക്ക് ഭയങ്കര കൊതി തോന്നും ചില സ്ക്രിപ്റ്റുകളൊക്കെ കേൾക്കുന്ന സമയത്ത്. പരമാവധി നല്ല സിനിമകളുടെ ഭാഗമാവണം എന്നുള്ള ആഗ്രഹം നമുക്ക് തോന്നും.